അറിയും. രഞ്ജി എൻ്റെ സെയിം റാങ്കിലുള്ള സഹപ്രവർത്തകൻ. 20 വർഷങ്ങൾക്ക് മുൻപ് പാക് അധിനിവേശ കാശ്മീരിന്റെ ബോർഡറിൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന സമയം അതിർത്തിയിലുള്ള നമ്മുടെ ഒരു ട്രെഞ്ച് ആക്രമിക്കുകയും 4 ജവാന്മാരെ കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു ശത്രുക്കൾ. 3 ദിവസം നീണ്ടുനിന്ന പോരാട്ടം. അത്തരം ഏറ്റുമുട്ടലുകൾ യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ എഴുതി ചേർക്കാറില്ല. കടത്തിക്കൊണ്ടുപോയ 4 ജവാന്മാർക്ക് പകരം 12 എണ്ണം വീഴുന്നതുവരെ എണ്ണി ഞങ്ങൾ. ഉദ്യോഗസ്ഥതല ചർച്ചകൾക്ക് ശേഷം സന്ധി. കടത്തിക്കൊണ്ടുപോയ 4 ജവാന്മാർ ജീവനോടെയില്ല എന്ന് മറുപടി. ശരീരങ്ങൾ വിട്ടുതരാമെന്നായി. അത് ഏറ്റുവാങ്ങാൻ പോയത് ഞാനും രഞ്ജിയും ചേർന്ന ധീര ജവാന്മാരുടെ ശവശരീരം ഏറ്റുവാങ്ങി. അത് ഞങ്ങളുടെ ചങ്ങാതിമാരാണോ എന്ന് തുറന്നു നോക്കിയത് രഞ്ജി. തലവിട്ട് മാറ്റിയ 4 ശരീരങ്ങൾ. പോലെ അലറിയെഴുന്നേറ്റ് രഞ്ജി ഡെഡ് ബോഡി കൈമാറാൻ കൊണ്ടുവന്ന മുഴുവൻ പേരെയും വെടിവെച്ച് വീഴ്ത്തി. വീണ്ടും ഒരു സംഘർഷത്തിന് വഴിമരുന്നിട്ട പട്ടാളക്കാരന് വേണമെങ്കിൽ കോർട്ട് മാർഷൽ ചെയ്യാം, ശിക്ഷിക്കാം, പിരിച്ചയക്കാം. അതിർത്തി കാക്കാൻ നിന്ന ധീര ജവാന്മാരോട്, അപമര്യാദ കാണിച്ച തന്തയില്ലാത്തവന്മാരോട് ഇങ്ങനെ പ്രതികരിക്കാൻ സാധിക്കുമെന്ന് മേലുദ്യോഗസ്ഥന്മാരുടെ മുഖത്ത് നോക്കി പറഞ്ഞു അവൻ. കൽക്കട്ടയിലേക്ക് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ. അതിർത്തിക്കപ്പുറത്തുള്ള ശത്രുക്കളെക്കാൾ വലുതാണ് രാജ്യത്തിനകത്തുള്ളവർ എന്ന മുന്നറിയിപ്പോടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റ് ഹൗസിന് നേരെ പോലും വെടിയുതിർക്കാൻ മടി കാണിക്കാത്ത തീവ്രവാദികളുടെ നാട്. അത്യാവശ്യം സെക്യൂരിറ്റിയുമായി ഞങ്ങൾ കൽക്കട്ടയിൽ. ഒരു ദിവസം രഞ്ജി വിളിച്ചു പറഞ്ഞു, ഡിന്നർ ഒരുമിച്ചാകാമെന്ന്. സിസിലി ഒരുക്കിയ വിഭവ സമൃദ്ധിക്ക് മുന്നിൽ നിന്ന് ഞാൻ 11 മണിയോടെ യാത്ര പറഞ്ഞിറങ്ങി. വീട്ടിൽ ചെന്ന് കയറുമ്പോൾ മെസ്സേജ് എത്തി. ക്യാപ്റ്റൻ രഞ്ജിയുടെ വീട് ആക്രമിക്കപ്പെട്ടെന്നും അവർ 2 പേരും വെടിയേറ്റ് മരിച്ചെന്നും. സ്വാഭാവികമായും അവരെന്നെ ചോദ്യം ചെയ്തു. 11 മണി വരെ ഒപ്പുണ്ടായിരുന്നുവെന്ന നിലയിൽ അതൊരു തീവ്രവാദി ആക്രമണമാണെന്ന് ഭരണകൂടം പുറത്തു പറഞ്ഞില്ല. ശത്രുരാജ്യത്തോട് ആണത്വത്തോടെ പ്രതികരിച്ച ഒരു മിലിറ്ററി ഓഫീസർക്ക് മതിയായി സംരക്ഷണം നൽകാൻ കാട്ടിയ അമാന്തം ചർച്ചയാകരുതെന്നും ഭയന്ന് ഏതോ ശത്രുക്കൾ കൊന്നു എന്ന് കഥ. ആ കഥയിലൂടെ സഞ്ചരിച്ചത് നിനക്ക് എന്നെ കൊല്ലണം. അതിന് ഇന്ത്യ ഗവൺമെന്റ് എനിക്ക് സ്വയരക്ഷയ്ക്ക് തന്നിരിക്കുന്ന തോക്ക് വേണം, അല്ലേ? മക്കളെ, എടുത്തു കൊടുക്ക്. കൊന്നിട്ട് പോട്ടവൻ. എന്റെ പെങ്ങളെന്ത് മിസ്സിംഗ് ആയിരുന്നു. മാതാപിതാക്കളും കാവൽക്കാരനും വെടിയേറ്റ് മരിക്കുകയും വീടാക്രമിക്കുകയും ചെയ്ത ആ രാത്രിയിൽ വീടിന്റെ പിന്നിലൂടെ ഇറങ്ങിയ വിരലിലേക്ക് ഓടി. സാധ്യമാകുന്ന രീതിയിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. 6 മാസങ്ങൾക്ക് ശേഷം മദർ തെരേസയുടെ ആശ്രമം സന്ദർശിച്ചു മടങ്ങിയ ഒരു ഒറിയക്കാരൻ ചങ്ങാതി നിന്റെ മോളെ പോലൊരു കുട്ടിയെ അവിടെ കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആശ്രമത്തിൽ തിരക്കി ചെന്നത്. ലോകത്തിന്റെ സങ്കടങ്ങൾ മുഴുവൻ ചാലുകീറി ഒഴുകുന്ന മുഖച്ചായുടെ അമ്മയുടെ കൈമുത്തി ഞാൻ അകത്ത് ചെല്ലുമ്പോൾ ഒരേ പ്രായത്തിലുള്ള 3 കുട്ടികൾ ഒരിടത്തിരുന്ന് പാടുന്നു. സ്വർഗം ഭൂമിയിൽ പതിച്ചതുപോലെ 3 മാലാഖ കുഞ്ഞുങ്ങൾ. അതിലൊന്ന് എൻ്റെ രഞ്ജിയുടെ മോളായിരുന്നു. എന്നെ കണ്ടവൾ ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. ഒപ്പം മറ്റു 2 കുരുന്നുകളും. 3 പേരെയും ഞാൻ ആത്മാവോട് ചേർത്ത് നിർത്തി. കണ്ടുകൊണ്ട്
കാരുണ്യത്തിന്റെ മുഖമുള്ള അമ്മ. കഴിഞ്ഞ 6 മാസമായി ഇവർ ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഒക്കെ ഒരുമിച്ചാണെന്ന് അമ്മ പറഞ്ഞു. അമ്മയ്ക്ക് ഒരുപാട് മക്കളില്ലേ? ഈ 3 മക്കളെ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. നിങ്ങൾ വിവാഹിതനായാൽ, വേറെ മക്കളുണ്ടായാൽ ഇല്ലെന്ന് അമ്മയ്ക്ക് ഞാൻ വാക്കു കൊടുത്തു. ഇത്രയും ത്യാഗം വേണോ ക്യാപ്റ്റൻ എന്ന അമ്മ. ത്യാഗമല്ല, സ്നേഹമെന്ന് മറുപടി. അങ്ങനെ നിയമപരമായി ദത്തെടുത്തു ക്യാപ്റ്റൻ 3 പെൺമക്കളെ. എന്റെ മക്കളുടെ മനസ്സിലേക്ക് ഞാനൊരു കഥ പറഞ്ഞുറപ്പിച്ചു. 1000 തവണ അല്ല, 1,00,000 തവണ. ഒരു പ്രസവത്തിൽ ജനിച്ച 3 മക്കൾ. അമ്മ ജന്മം തന്നു മരണപ്പെട്ടു. ഞാൻ അച്ഛനെന്നു. കണ്ടില്ലേ എന്റെ കുഞ്ഞുങ്ങൾ വിശ്വസിക്കാനാകാതെ പകച്ചിരിക്കുന്നത്. ഇവർ 3 പേരും എന്റെ മക്കളല്ല എന്ന് പറയേണ്ട ഗതികേട് സമ്മാനിച്ചത് നീയാ. നീ കൂടപ്പിറപ്പിനേക്കാൾ സ്നേഹിച്ച ചങ്ങാതിയെയും ഭാര്യയെയും കൊന്നതിന്റെ പാപഭാരം അവന്റെ മകൻ എന്റെ നെഞ്ചിൽ നേരെ കെട്ടിയേൽപ്പിച്ചാൽ, ഇന്ത്യൻ കരസേന ഇന്നും രോമാഞ്ചത്തോടെ സ്മരിക്കുന്ന ഒരു ധീര ജവാനെ കൊന്നത് ഞാനാണെന്ന് പറഞ്ഞാൽ, എന്റെ മനസ്സിലെ നേര് മുഴുവൻ കുടഞ്ഞു നിരത്തിയേക്ക് അതിന്റെ മുന്നിൽ ഗതികേടുകൊണ്ട്. എന്റെ മക്കൾക്കറിയില്ല, പക്ഷെ ഇതിലൊരാൾ നിന്റെ സഹോദരിയാ. ഒരമ്മയുടെ വയറ്റിൽ പിറന്ന, ഒരച്ഛൻ ജനിപ്പിച്ച, 3-ാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ട കൂടപ്പിറപ്പിനെ കണ്ടെത്താൻ ശാസ്ത്രത്തിനപ്പുറം മനുഷ്യത്വത്തിന്റെ എന്തെങ്കിലും മാർഗമുണ്ടോ നിന്റെ കയ്യിൽ? ഏത് കണ്ണിൽ മിഴിവുറപ്പിച്ച്, ഏത് ചങ്കിൽ കാത് ചേർത്ത്, ഏത് മനസ്സിൽ ആത്മാവ് മുട്ടിച്ച് നീ കണ്ടുപിടിക്കും? കണ്ടെത്തി ചൂണ്ടിക്കാണിച്ചാൽ സത്യമാണെങ്കിൽ സമ്മതിക്കും വിക്രമൻ. രക്തം തിളയ്ക്കുന്ന രക്തം ധമനികൾ പൊട്ടിയൊഴുകി നിന്നെ തേടിയെത്തവേ, 1 2 3 എന്നിണം ഒന്നുപോൽ മിന്നുന്നു ഞാൻ തന്നെ മൂവരും. എന്റെ പെങ്ങൾ. എനിക്ക് 3 മക്കളുണ്ട്. എന്റെ ആത്മാവിന്റെ ആരാമത്തിൽ, സ്നേഹത്തിന്റെ ചില്ലയിൽ ഒരു നിമിഷം പൂവിട്ട പ്രത്യാശയുടെ 3 പൂക്കൾ. സ്നേഹവും കരുതലും വാത്സല്യവും പങ്കുവെച്ചപ്പോ ഏറ്റക്കുറിച്ചിലുണ്ടാകാതെ ഞാൻ കാത്ത മക്കൾ, അതിലൊന്നിനെ വേറിട്ട് കാണാൻ എനിക്കാവില്ല കുഞ്ഞെ.
ഒരു സഹോദരന്റെ സ്ഥാനത്ത് നീ ഇവിടെ വേണം. വേണ്ട, ഞങ്ങൾ കൂടപ്പിറപ്പുകളെ പരസ്പരം വേർപെടുത്തുന്ന ഒരു സാന്നിധ്യവും വേണ്ട. കടന്നു പോ. ഏതാനും നിമിഷം മുമ്പ് വരെ അച്ഛന്റെ വലുപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അച്ഛക്ക് ഈശ്വരന്റെ വലുപ്പമുണ്ട്. പ്രശാന്തേ, ഈ നിമിഷങ്ങളിൽ നമ്മൾ ഈ മനുഷ്യന് എന്ത് സമ്മാനം കൊടുക്കൂടാ? വരിക